ആറന്മുളയിൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ മത്സ്യബന്ധന യാനങ്ങൾ എത്തിച്ചു. കൊല്ലം തങ്കശ്ശേരിയിൽ നിന്നും 3 മത്സ്യബന്ധന യാനങ്ങളാണ് അല്പസമയം മുൻപ് ആറന്മുളയിൽ എത്തിച്ചത്. ഈ പ്രദേശത്ത് 100 കണക്കിന് വീടുകൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. വീടുകളിൽ കുടുങ്ങിയവരെ പുറത്തേക്ക് സുരക്ഷിതമായി കൊണ്ടുവരാനുള്ള ശ്രമം തുടരുന്നു. രക്ഷാപ്രവർത്തനത്തിന് എത്ര പേരും വരാൻ തയ്യാറാണെന്ന് മത്സ്യത്തൊഴിലാളികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റോഷിബാൽ അവരോട് സംസാരിച്ചു. നമുക്ക് കേൾക്കാം. ആറന്മുളയിൽ വെള്ളം പൊങ്ങിയ ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ മത്സ്യബന്ധന യാനങ്ങൾ എത്തിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ അല്പസമയം മുമ്പ് തങ്കശ്ശേരിയിൽ നിന്നും 2 മത്സ്യബന്ധന യാനങ്ങൾ ആറന്മുളയിൽ എത്തിച്ചു. ഒന്ന് ഇപ്പോൾ ഇവിടെ ഇറക്കും, അല്പസമയത്തിന് തന്നെ ആ യാനങ്ങൾ ഇറക്കും. ഈ പ്രദേശമാകെ വെള്ളത്തിലാണ്. ഏതാണ്ട് 4 വാർഡുകളിലെ ഭൂരിഭാഗം വീടുകൾ വെള്ളത്തിൽ മുങ്ങി. ഇനിയും നിരവധി പേരെ അവിടെ ഒഴിപ്പിക്കാനുണ്ട്. പലരും താഴത്തെ നിലയിൽ വെള്ളം മുങ്ങിയപ്പോൾ 1ാം നിലയിൽ അഭയം തേടുന്ന സാഹചര്യമാണ്. അവർക്ക് ഭക്ഷണം എത്തിക്കുക അത്ര എളുപ്പമല്ല. പലരും വീടിന്നും ഒഴിയുന്ന സാഹചര്യമില്ല. കാരണം 2018 മഹാപ്രളയത്തിൽ ഇത്രത്തോളം വെള്ളം പൊങ്ങിയിട്ടില്ല എന്ന ആത്മവിശ്വാസത്തിൽ വീട്ടിൽ കഴിയുന്നവരുണ്ട്. ഇപ്പോൾ അവരെയൊക്കെ നിർബന്ധിപ്പിച്ച് ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. MLA അബിൻ വർക്കിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ രക്ഷാപ്രവർത്തനം. ജനപ്രതിനിധികളും നാട്ടുകാരുമൊക്കെ കൈകോർത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ കൊല്ലം നീണ്ടകരയിൽ നിന്നും തങ്കശ്ശേരിയിൽ നിന്നൊക്കെ മത്സ്യബന്ധന യാനങ്ങളുമായി മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചേരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതാ. ഇപ്പോൾ മത്സ്യബന്ധന യാനം ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ തങ്കശ്ശേരിയിൽ നിന്ന് അല്പസമയം മുമ്പ് എത്തിച്ചതാണ്. കാരണം ഇനിയും വെള്ളം ഉയരുമോ എന്ന ആശങ്കയുണ്ട്. കാരണം പമ്പയിൽ വെള്ളം നിറഞ്ഞ് കവിയുകയാണ്. സമാനമായി ഇനിയും വനമേഖലയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആശങ്ക കൂടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടുന്നത്. അങ്ങനെയാണിപ്പോൾ അല്പസമയം മുമ്പ് 2 മത്സ്യബന്ധന യാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ മത്സ്യബന്ധന യാനം ഈ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് വെള്ളത്തിലേക്ക് ഇറക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ മത്സ്യബന്ധന യാനമാണ് ഇനി ഈ പ്രദേശവാസികൾക്ക് രക്ഷയാവുക, അവർക്ക് തുണയാവുക. അങ്ങനെ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഒരു വള്ളം കൂടി എത്തി. നിലവിൽ ഒരു മത്സ്യബന്ധന യാനം ഇവിടെ രക്ഷാപ്രവർത്തനത്തിനുണ്ട്. പലരെയും വീടുകളിൽ നിന്നും ഒഴിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഭാഗത്ത് ഒരു മത്സ്യബന്ധന യാനം കൂടി ഇറക്കുന്നു. അങ്ങനെ നിലവിൽ ഈ മേഖലയിൽ മാത്രം 3 മത്സ്യബന്ധന യാനങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിനുള്ളത്. അവർ രക്ഷാപ്രവർത്തകർ നമുക്കറിയാം, മഹാപ്രളയകാലത്ത് കേരളത്തിൽ രക്ഷകരായത് മത്സ്യത്തൊഴിലാളികളാണ്. വീണ്ടും ഒരു പ്രളയ സൂചനയായി വെള്ളം കയറുമ്പോൾ രക്ഷാപ്രവർത്തകരായി ഈ മത്സ്യത്തൊഴിലാളികൾ എത്തുകയാണ്. കൊല്ലത്ത് നിന്നും എത്തിയ മത്സ്യത്തൊഴിലാളികൾ പ്രദേശവാസികൾക്ക് തുണയാകും. അങ്ങനെ അവർ വള്ളങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്നു. ഇനി പരമാവധി ഇവിടെ നിന്നും ആളുകളുടെ വീടുകളിലെത്തി അവരെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. നമുക്ക് അവരെ മത്സ്യത്തൊഴിലാളി ചേട്ടാ ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഞങ്ങൾ തങ്കശ്ശേരിയിൽ നിന്ന് വന്നിരിക്കുക. നമ്മളിപ്പോൾ എത്ര പേര് ഇവിടെ ഉണ്ട് ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം? ഞങ്ങൾ ഏതാണ്ട് ഒരു 25ഓളം ആൾക്കാർ തങ്കശ്ശേരി വാടി മേഖലയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എത്ര മത്സ്യബന്ധന യാനമുണ്ട്? പിന്നെ ഒരു 15ഓളം മത്സ്യബന്ധന യാനങ്ങളുണ്ട്. പിന്നെ അല്ലാതെ പല മേഖലകളിൽ നിന്നും മത്സ്യബന്ധന യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആവശ്യമെങ്കിൽ നമുക്ക് ഇറക്കാം. തീർച്ചയായിട്ടും എത്തിയിരിക്കും. അപ്പോൾ അതാണ് ഇവർ. നമുക്കറിയാം, മഹാപ്രളയകാലത്ത് കേരളത്തിൻ്റെ രക്ഷകരാണ്. അവർ വീണ്ടും വെള്ളം കയറുന്ന ഘട്ടത്തിൽ അവർ രക്ഷകരായി മാറുന്ന കാഴ്ചയാണ്. യാനം റെഡിയാണ്. ഈ മേഖലയിൽ ഇനിയും വീട് ഒഴിയാത്ത ആളുകൾക്ക് രക്ഷകരായി മാറാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ. ഏതായാലും ഇത് കൊല്ലത്തു നിന്ന് വന്ന ആളുകളാണ്. ഇനിയും പല മേഖലകളിൽ നിന്നും മത്സ്യബന്ധന യാനങ്ങളുമായി വരുന്നുണ്ട് പലരും. റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത്. 2018 പ്രളയ സമയത്ത് മത്സ്യത്തൊഴിലാളികളുടെ ഇടപെടലിനെ കുറിച്ച് കേരളം അഭിമാനപൂർവ്വം ഓർക്കുന്നതാണ്. അപ്പോൾ ഇക്കുറി ഈ ഒരു സാഹചര്യത്തിലും അവർ കയ്യും മെയ്യും മറന്നങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് അവരെ വിശേഷിപ്പിക്കുന്നത് പോലും ഇത്തരത്തിലൊരു പ്രതിസന്ധി കാലത്ത് അങ്ങനെ ഇറങ്ങുന്നത് കൊണ്ടാണ്.